ഹായ് വെൽക്കം ടു ഈസി എക്സ്പോർട്സ്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് അബ്സല്യൂട്ട്ലി സീറോ ഇൻവെസ്റ്റ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ്. ഈ ഒരു ബിസിനസ് ഐഡിയ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് B2B ആയിട്ടും ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തും ചെയ്യാം. അപ്പം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്താൽ ചെയ്യുന്നെങ്കിൽ സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഈ ബിസിനസ്? നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്താണ് ടീഷർട്ട് പ്രിന്റിംഗ് ബിസിനസ്? ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഇതൊക്കെ കണ്ടോ, ഓരോ ടീഷർട്ടുകളാണ്. ഒരു കമ്പനിയുടെ ബ്രാൻഡ് നെയിം പ്രിന്റ് ചെയ്തേക്കുന്നുണ്ടോ, ബാക്കിലും പ്രിന്റ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബെനീൻസ് കാണിച്ചു തരാം. ഇതുണ്ട്, ഇതൊരു ബ്രാൻഡ് നെയിം ഫെഡറൽ ബാങ്കിൽ നിന്നൊക്കെ പ്രിന്റ് ചെയ്തേക്കുന്നുണ്ടോ. ഇതൊരു ബ്രാൻഡിൽ നമ്മൾ ടീഷർട്ട് പ്രിന്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ അടുത്തൊരു ബ്രാൻഡ് ഇതൊക്കെ ഒരു ബ്രാൻഡിൽ ടീഷർട്ട് പ്രിന്റ് ചെയ്യുന്നതാണ്. ഇതെങ്ങനെ പ്രിന്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്കിങ്ങനെ തിരുപ്പൂരിൽ നിന്നൊക്കെ ഇതുപോലത്തെ ബെനീൻസ് കിട്ടും. പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് ബെനീൻസ് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. എന്നിട്ട് ഈ വൈറ്റ് ബെനീൻസിൽ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ വൈറ്റ് ബെനീൻസ് മേടിക്കുക, പിന്നെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു മെഷീൻ ഉണ്ടല്ലോ, ഈ ഒരു മെഷീൻ ഉപയോഗിക്കുക. ഈ ഒരു മെഷീൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ടീഷർട്ടിനെ പ്രിന്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇത് നമ്മുടെ വൈറ്റ് ബെനീനാണ്. ഈ ബെനീൻ എന്ത് ചെയ്യും, നമ്മൾ ജസ്റ്റ് നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന മെഷീനിലേക്ക് ജസ്റ്റ് ഇങ്ങനെ വെക്കും. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കർ വെക്കും. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് അയൺ ചെയ്യാണിത്. ജസ്റ്റ് ഒന്ന് ഹീറ്റ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും അതിന് സപ്ലിമെൻറ്റേഷൻ എന്നാണ് പറയുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബെനീൻസ് ലൈക്ക് ഇതുപോലെയൊക്കെ ആവും. മനസ്സിലായോ? ഇതുപോലെയൊക്കെ നമ്മുടെ ബെനീനിൽ ആ ഒരു പ്രിന്റ് വരും. അപ്പോൾ നമുക്ക് ഇതിനെ ബ്രാൻഡ് ആക്കാൻ പറ്റും. അത് ഒന്നാമത്തെ മെത്തേഡ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ജസ്റ്റ് ക്ലോത്ത് മേടിച്ചിട്ട് ഈ ക്ലോത്തിൽ നമുക്ക് പ്രിന്റ് ചെയ്യാം. ഇത് വളരെ എളുപ്പമാണ്. നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ ഒരു ഡിസൈൻ ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ നമുക്കൊരു ഡിസൈൻ തരും. ആ ഡിസൈൻ ജസ്റ്റ് ഇതുപോലെ പ്രിന്റ് ചെയ്യാം. ഇപ്പം നമ്മൾ സ്ക്രീനിൽ കാണിച്ച മെഷീനിൽ ജസ്റ്റ് നമ്മൾ അതുപോലെ പ്രിന്റ് ചെയ്യുക. അതിനുശേഷം ടീഷർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആളുകളെ കൊടുത്തിട്ട് ടീഷർട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ രണ്ട് എക്യുപ്മെന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഒന്നാമത് നമുക്ക് വേണ്ടത് പ്രിന്ററാണ്. നിങ്ങൾ പ്രിന്ററിൽ നിന്ന് പ്രിന്റ് ചെയ്ത പേപ്പർ നമ്മൾ ജസ്റ്റ് ഇതുപോലത്തെ ഒരു ക്ലോത്തിലേക്ക് ജസ്റ്റ് ഇങ്ങനെ പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ഒരു പ്ലെയിൻ ടീഷർട്ട് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഈ പ്ലെയിൻ ടീഷർട്ടിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ടീഷർട്ട് ലൈക്ക് ദിസ് ഇതുപോലെ ആവും. സോ ഇത് നമുക്ക് നേരിട്ട് കസ്റ്റമറിൽ കൊടുക്കാം. ഇനി അതല്ല, ഇപ്പോൾ ഒരു സ്പോർട്സ് ടീമിനൊക്കെ ആണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ അളവിൽ മെഷർമെൻറ്റിലൊക്കെ തയ്ച്ചു കൊടുക്കണമെങ്കിൽ ജേഴ്സികളൊക്കെ നമുക്ക് ഇങ്ങനെ ക്ലോത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട്, ഇപ്പോൾ ഒരു 10-20 ജേഴ്സി നിങ്ങൾക്ക് വേണമെങ്കിൽ 20 ജേഴ്സിക്കുള്ള മെറ്റീരിയൽ ഇങ്ങനെ നിങ്ങൾ റെഡിയാക്കിയിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കറക്റ്റ് പെർഫെക്ഷൻ അളവിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു വളരെ നല്ല ബിസിനസ്. ഈ ബിസിനസ് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഇത്രയും ഞാൻ ഈ പറഞ്ഞ ബിസിനസ് എല്ലാ ആൾക്കാരും ചെയ്യുന്ന ബിസിനസ്സാണ്. ഇതിനൊരു നോർമൽ ഓർഡർ കിട്ടത്തുള്ളൂ. ഇനി ഈ ബിസിനസ് നിങ്ങൾക്ക് കൂടുതൽ ഓർഡർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇമോഷണൽ ബിസിനസ് ചെയ്യണം. അതായത് ഗീവ് ഐഡിയാസ് കസ്റ്റമറിൻ്റെ മൈൻഡിലേക്ക് കൊടുക്കണം. അതായത് നമ്മൾ ഈ ടീഷർട്ടിൽ, വൈറ്റ് ടീഷർട്ടിൽ ഇപ്പോൾ വല്ല കുട്ടികളുടെയൊക്കെ ഫോട്ടോസൊക്കെ പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു ടീഷർട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വീഡിയോസ് വെച്ചിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം റീൽസ് ചെയ്യണം. അതുപോലെ നിങ്ങൾ സോഷ്യൽ മീഡിയാസിലൂടെ അത് ഷെയർ ചെയ്യണം. അപ്പോൾ ഇത് കാണുന്ന പേരൻസിന് ഒരു ഐഡിയ കിട്ടും, ഇതുപോലത്തെ ഒരു ടീഷർട്ട് പ്രിന്റ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ടീഷർട്ടിൽ നിങ്ങൾക്ക് കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ ഫോട്ടോസ് പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കാർട്ടൂൺ ആങ്കേഴ്സിനെ വെച്ചിട്ടുള്ള ടീഷർട്ടുകൾ അവർ ആവശ്യമുണ്ടെന്ന് അവർ പേരൻസിനോട് പറയും. സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഓർഡർ കിട്ടും. അതുപോലത്തെ ഇപ്പോഴത്തെ മാർക്കറ്റിലെ കറക്റ്റ് ട്രെൻഡിങ് എന്താണെന്ന് അറിഞ്ഞിട്ട് ആ ട്രെൻഡിങ്ങിനനുസരിച്ചുള്ള ടീഷർട്ടുകൾ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് ബിസിനസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ചെറിയ കുട്ടികൾക്കാണ് അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതല്ല ഇപ്പോൾ അത്യാവശ്യം കളിക്കാനൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ജേഴ്സി പോലത്തെ പ്രിന്റുകൾ എന്താണ് അവർക്ക് ആവശ്യമാണ്. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു പ്രിന്റിങ്ങിൽ നമുക്ക് എന്ത് ടൈപ്പ് വേണമെങ്കിലും ടീഷർട്ട് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനത്തെ ടീഷർട്ട് കസ്റ്റമറുടെ റിക്വയർമെന്റ് എന്താണെങ്കിലും ആ ഒരു റിക്വയർമെന്റ് ഡിസൈൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ബിസിനസ്സിനെ കറക്റ്റ് ഒരു ഇമോഷണൽ ബിസിനസ് ആയിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടും. അപ്പോൾ ഇതിലൊക്കെ മാർജിൻ കുറവാണെങ്കിലും കൂടുതൽ ഓർഡേഴ്സ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഈ ബിസിനസ്സിനെ ഒരുപാട് വളർത്തിക്കൊണ്ട് വരാനും പറ്റും. നിങ്ങൾക്ക് ഈ ബിസിനസ് നല്ല ലെവലിലേക്ക് എത്തിക്കാനും സാധിക്കും. പിന്നെ നമ്മൾ പ്രൈസൊക്കെ വെച്ച് നോക്കുമ്പോൾ ജസ്റ്റ് ഈ ഒരു ടീഷർട്ടിൽ നമ്മൾ പ്രിൻ്റൊക്കെ ചെയ്ത് നമുക്കൊരു 250 അല്ലെ 300 എന്ന് പറഞ്ഞ റേറ്റിൽ കസ്റ്റമറിന് കൊടുക്കാൻ സാധിക്കും. ഈ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നല്ല റീസണബിൾ പ്രൈസിൽ നമുക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ സാധിക്കും. അത് മാത്രമല്ല, കൂടുതൽ ബിസിനസ്സുകൾ നമുക്ക് പിടിക്കാനും സാധിക്കും. അപ്പോൾ ഒരുപാട് ബിസിനസ് ആയി കഴിയുമ്പോൾ നമ്മുടെ കമ്പനി വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകും, ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബിസിനസ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ബോണസ് ടിപ്സ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവും ഈ ഒരു ബിസിനസ് ചെയ്താൽ വിജയിക്കുമോ ഇല്ലയോ എന്ന് ഡൗട്ട് ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും മിഷനറീസിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ മെഷീൻ പ്രിന്ററോ അല്ലെങ്കിൽ ഇങ്ങനത്തെ മെഷീൻസ് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല.
നിങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ടീഷർട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ടീഷർട്ട് പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുപോലെയുള്ള ടീഷർട്ടുകളൊക്കെ ഞങ്ങൾ B2B ആയിട്ടും കസ്റ്റമേഴ്സിനൊക്കെ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടീഷർട്ടിൻ്റെ ഓർഡേഴ്സ് എടുക്കുക, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ടീഷർട്ട് പ്രിന്റ് ചെയ്ത് മേടിക്കുക. നിങ്ങളുടെ ഓർഡർ അനുസരിച്ചുള്ള ടീഷർട്ട് അതിപ്പോൾ ഒരു പീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്തു തരും. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം. അങ്ങനെ ബിസിനസ് ചെയ്ത് നിങ്ങൾ മാർക്കറ്റ് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് വന്നതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ മിഷനറീസിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുക, സ്വന്തമായിട്ട് മിഷനറീസ് ഒക്കെ മേടിച്ച് വീട്ടിൽ തന്നെ തുടങ്ങുക. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ, ഇതുപോലത്തെ ടീഷർട്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വളരെ ചീപ്പ് കോസ്റ്റിൽ ചെയ്യാൻ പറ്റും. എന്നാൽ അത്യാവശ്യം മാർജിൻ ഉണ്ടെന്നാലും ഒരു കുഴപ്പമില്ലാത്തൊരു മാർജിൻ കിട്ടും. നിങ്ങളിപ്പോൾ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് തുടങ്ങുന്നില്ല, ഇപ്പം നമ്മളെപ്പോലെയുള്ള ആളുകളുടെ ഈ ടീഷർട്ട് എടുത്ത് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു 20% ഒക്കെ മാർജിൻ കിട്ടും. അപ്പോൾ അതൊരു നല്ല മാർജിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് സോഷ്യൽ മീഡിയാസിലൂടെ ഷെയർ ചെയ്യുക. ഇപ്പം ഇതുപോലത്തെ വീഡിയോസൊക്കെ, ഇതുപോലത്തെ ടീഷർട്ടുകൾ പ്രിന്റ് ചെയ്യുന്നതും അത് സെല് ചെയ്യുന്നതിൻ്റെ വീഡിയോസുകൾ ജസ്റ്റ് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് എൻക്വയറീസ് കിട്ടും. ഈ എൻക്വയറീസിനെ നിങ്ങൾ ബിസിനസ് ആക്കി മാറ്റുക, അതിലൂടെ പൈസ ഉണ്ടാക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.